തിരുനെല്ലി കാട്ടിക്കുളത്ത് പ്രൈവറ്റ് ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചു. ഇരു ബസ്സിലെയും യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ അപകടം നടന്ന കാട്ടിക്കുളത്ത് നിന്ന് നമുക്കൊപ്പം സുജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഞാൻ നിൽക്കുന്നത് ആ സ്ഥലത്താണ്, അപകടം നടന്ന സ്ഥലത്താണുള്ളത്. ഒരു ടൂറിസ്റ്റ് ബസ്സും സ്വകാര്യ ബസ്സും തമ്മിലാണ് കൂട്ടി ഇടിച്ചത്. ഇത് തിരുനെല്ലിയിലേക്ക് പോകുന്ന പാതയാണ്. ആ പാതയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് ശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ ടൂറിസ്റ്റ് ബസ് രാമനാട്ടുകര സ്വദേശികളാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവർ തിരുനെല്ലിയിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് പോകുന്ന ഒരു സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കുണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ് കണ്ണൂരിൽ നിന്നാണ് വന്നിരുന്നത്. അത് നേരെ തിരുനെല്ലിയിലേക്കാണ് പോയിരുന്നത്. ധാരാളം ഇവിടുത്തെ ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ, അതോടൊപ്പം തന്നെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ എല്ലാം തന്നെ ബസ്സിലുണ്ടായിരുന്നു. എന്തായാലും ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ സമയത്ത് അപകടത്തിന് സാക്ഷിയായ ഒരാൾ, അതിനുശേഷം ഇവിടെ എത്തിയ ആൾ ഇവിടെ നമുക്കൊപ്പമുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? അവിടുന്ന് മഴയായിരുന്നു, ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കയറി വരുന്നത് ഇടിക്കുന്നതാണ് കാണുന്നത്. ഇടിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും പെട്ടെന്ന് പുറകിലുണ്ട്. ഞാനും സംഭവിച്ചു. ഞാൻ ആ വളവിൽ നിന്നാണ് കാണുന്നത്. ഓട്ടോറിക്ഷ, എനിക്ക് സ്വന്തം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. കാട്ടിക്കുളത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ്. കണ്ട് ഞാൻ പെട്ടെന്ന് ഇതായി. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് കാറിൽ പോയി റോട്ടിൽ നിന്ന് ഇറങ്ങി ചോര ഒളിപ്പിച്ച് ഇറങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതായി. വെച്ചാൽ 2 വണ്ടി ഇടി കഴിഞ്ഞു. പിന്നെ മൊത്തം റോഡ് ബ്ലോക്കായി. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ബസ്സിൽ ഏതാണ്ട് പ്രൈവറ്റ് വണ്ടിയിലും അത്യാവശ്യം ജോലിക്കാരും ടീച്ചർമാരും ജീവനക്കാരും കൊട്ടിയൂർ ഉത്സവം ആയതുകൊണ്ട് അതിൻ്റെ ആൾക്കാരും തിരുനെല്ലിക്ക് പോകുന്ന ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു അപകടമാണ് ഉണ്ടായത്. മഴയുണ്ട്. എന്തായാലും ഈ മഴയാണ് ഒരു പ്രതിസന്ധി ആയിട്ടുള്ളത്. നിങ്ങളൊക്കെ ഈ ഇതിലുണ്ടായിരുന്ന ആളുകളാണ് ബസ്സിലുണ്ടായിരുന്നത്. എന്താ സംഭവിച്ചെന്താ അറിയില്ല. ഞങ്ങൾ ബാക്കിൽ സീറ്റിലായിരുന്നു. ചെറിയ പേർക്കുണ്ട്. ഇത് അറിഞ്ഞില്ല. കോഴിക്കോട് കൊട്ടൂർ പോവാന്ന്. ഇവർ തിരുനെല്ലി കണ്ട് കൊട്ടിയൂരിലേക്ക് പോകാനുള്ള ആ യാത്രയിലായിരുന്നു. ആ യാത്രയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. എന്തായാലും ബസ് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്, പോലീസ് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ നാട്ടുകാരും എല്ലാവരും ചേർന്ന് ബസ് ഇവിടെ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. അപകടത്തിന്റെ വാർത്തയുമായിട്ടാണ് സുജിത്ത് അയ്യപ്പത്ത് മോർണിംഗ് ഷോയിൽ വന്നത്.